ഹായ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കോൺസൽ. ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 4th സെഷനാണ് നോക്കാൻ പോകുന്നത്. സോ 3 ക്ലാസ്സുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങളുടെ 4ാമത്തെ ക്ലാസ്സാണ് ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് സെക്ഷൻ്റെ. ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി, അത് ബഹുമാനത്തോടെ ചോദിക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു കാര്യം പല രീതിയിലും ചോദിക്കാം, പക്ഷേ അത് ചോദിക്കേണ്ടത് ഒരു അപരിചിതനോടോ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട ഒരാളോടോ അല്ലെങ്കിൽ ഒരു അധികാരിയോടോ അല്ലെങ്കിൽ ഒരു മുതിർന്നവരോടോ ഒക്കെ ആകുമ്പോൾ അതിൽ കുറച്ച് റെസ്പെക്റ്റ് വേണം അല്ലേ. അപ്പം ആ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ റെസ്പെക്റ്റോടെ കൂടി വേണം ചോദിക്കാൻ. ആ ചോദിക്കുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. അതിന് 2 സിമ്പിൾ ട്രിക്കുണ്ട് നമുക്ക്. ഇംഗ്ലീഷിൽ 2 വാക്കുകൾ, ഒന്നെങ്കിൽ വുഡ് യു പ്ലീസ് ചേർക്കുക അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ചേർക്കുക. നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് മുമ്പിൽ വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ്, ഇതിൻ്റെ അർത്ഥം ഒന്ന് ചെയ്യാമോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാമോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പം അത് ബഹുമാനത്തോടെ ചോദിക്കുമ്പം ഒന്ന് ചെയ്യാമോ എന്ന് മലയാളത്തിൽ ചോദിക്കും, അത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ഒന്നെങ്കിൽ വുഡ് യു പ്ലീസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഉപയോഗിക്കുക. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഈ 2 വാക്കുകൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൻ്റെ തൊട്ട് മുമ്പിൽ ചേർത്താൽ മാത്രം മതി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോർമൽ, ഇപ്പോൾ നമ്മൾ വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഉപയോഗിച്ചിട്ട് നോർമലി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ കതകൊന്ന് ചാരിയിടാമോ എന്ന് നമുക്ക് ചോദിക്കണ്ടേ. കതകൊന്ന് ചാരിയിടാമോ എന്ന്. അപ്പോൾ കതക് ചാരിയിടാമോ, അപ്പോൾ കതക് ചാരുന്നതിന് നമ്മൾ ക്ലോസ് ദ ഡോർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡോർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചാരുന്നതിനാണ് ക്ലോസ് അല്ലെങ്കിൽ അടയ്ക്കുക എന്നുള്ള മീനിങ് വരും ക്ലോസിന്. ഓക്കെ, അപ്പം കതക് ഒന്ന് ചാരിയിടാമോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് തുടക്കത്തിൽ ചേർക്കുക, പിന്നെ ക്ലോസ് ദ ഡോർ. വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ. സിമ്പിൾ അല്ലേ. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റ് സ്വിച്ച് ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പം ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാമോ ഓഫ് ചെയ്യാമോ നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ ഇതുപോലെ വുഡ് യു പ്ലീസ് ആദ്യം വരിക, പിന്നെ ലൈറ്റ് ഓൺ ചെയ്യുന്നതാണെങ്കിൽ സ്വിച്ച് ഓൺ ദി ലൈറ്റ്, ഓഫ് ചെയ്യുന്നതാണെങ്കിൽ സ്വിച്ച് ഓഫ് ദി ലൈറ്റ്. അപ്പം വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദി ലൈറ്റ് അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദി ലൈറ്റ്. അപ്പം ഈ 2 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. സോ വളരെ എളുപ്പമല്ലേ. ഇത് ബഹുമാനത്തോടെ, വളരെ ബഹുമാനത്തോടെ ചോദിക്കുന്ന ഒരു രീതിയാണ്. അപ്പം അതുപോലെ ഇപ്പം നമ്മൾ ഈ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഒക്കെ നമ്മൾ നോക്കി, അതുപോലെ തന്നെ നമുക്കിനിയും എന്താ പറയുക, ഇപ്പോൾ ഒരു കാര്യം മറിച്ചിടാനൊക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദോശ, ഇപ്പോൾ നമ്മൾ മസാല ദോശ അല്ലെങ്കിൽ നോർമൽ ദോശയൊക്കെയാണ് നമുക്ക് ഒന്ന് മറിച്ചിടേണ്ട എന്തൊരു കാര്യം ആയിക്കോട്ടെ. അപ്പം ഒന്ന് മറിച്ചിടാമോ എന്ന് നമ്മൾ ചോദിക്കുന്നെങ്കിൽ ടേൺ ഓവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്, ടേൺ ഓവർ. അപ്പം ഈ ദോശയൊന്ന് മറിച്ചിടാമോ എന്നാണ് ചോദിക്കേണ്ടെങ്കിലോ വുഡ് യു പ്ലീസ് ടേൺ ഓവർ ദി ദോശ. ദോശ എങ്ങോട്ട് ദോശ. അപ്പം ടേൺ ഓവർ എന്നുള്ള ടൈമാണ് മറിച്ചിടുന്നതിന് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ നോർമലി ഉപയോഗിക്കേണ്ട ഈ വുഡ് യു പ്ലീസ് ടൈമും ഉപയോഗിക്കാം. ഇനി ഒരു കാര്യം പൊക്കുന്നതിനാണെങ്കിലും ലിഫ്റ്റ് അപ്പ് എന്നും, താക്കുന്നതിനാണെങ്കിൽ പുട്ട് ഡൗൺ എന്നുമാണ് പറയേണ്ടത്. പൊക്കുന്നതിന് ലിഫ്റ്റ് അപ്പ്, താക്കുന്നതിന് പുട്ട് ഡൗൺ. ഇപ്പോൾ ഒരു ഷട്ടറാണ്, ഒരു കടയുടെ ഷട്ടറാണ് പൊക്കേണ്ടതെങ്കിൽ വുഡ് യു പ്ലീസ് നോർമൽ നമ്മുടെ ഉപയോഗം ലിഫ്റ്റ് അപ്പ് പൊക്കുക ദി ഷട്ടർ, അല്ലെങ്കിൽ പുട്ട് ഡൗൺ ദി ഷട്ടർ. അല്ലെങ്കിൽ ഒരു ഡംബിൾസ് ആണെങ്കിൽ വുഡ് യു പ്ലീസ് ലിഫ്റ്റ് അപ്പ് ദി ഡംബിൾസ് അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് പുട്ട് ഡൗൺ ദി ഡംബിൾസ്. അപ്പോൾ ലിഫ്റ്റ് അപ്പ് അല്ലെങ്കിൽ പുട്ട് ഡൗൺ ഉപയോഗിക്കാം. സോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ബഹുമാനത്തോടെ കാര്യങ്ങൾ ചോദിക്കാവുന്ന രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടേബിൾ പുറത്തിട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ടേബിൾ പുറത്തേക്ക് ഇടുക. അപ്പോൾ നമുക്കൊരാളുടെ സഹായം വേണം. അപ്പോൾ എന്നെ ഒന്ന് ഈ ടേബിൾ ഒന്ന് പുറത്തേക്ക് ഇടാനൊന്ന് സഹായിക്കാമോ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു രീതിയാണ് ഹെൽപ്പ് മീ ഔട്ട്, സഹായിക്കുമോ എന്നാണ് ഹെൽപ്പ് മീ ഔട്ട്. അപ്പം വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട്, ഈ ടൈം ഉപയോഗിക്കുക, ഹെൽപ്പ് മീ ഔട്ട് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുക, ഹെൽപ്പ് മീ ഔട്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്, ടേബിൾ പുറത്തിടാനാണോ, എന്നെങ്കിൽ വിത്ത് ദിസ് ടേബിൾ, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ടേബിൾ, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ടേബിൾ. ഇനി നിങ്ങൾക്കൊരു ബെഞ്ചാണ് പുറത്തേക്ക് ഇടണമെങ്കിൽ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ബെഞ്ച്, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ടേബിൾ. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ, ഈസി അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോദിക്കാം. ഇനി ഒരു കാര്യം പ്ലഗ് ചെയ്യുന്നപ്പോൾ നമുക്ക് നോർമലി അയൺ ബോക്സ്, ചാർജർ എന്തൊക്കെയാണെങ്കിലും ഒരു സോക്കറ്റിലേക്ക് കുത്തുന്നതിന് നമ്മൾ പ്ലഗ് ഇൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഈ അയൺ ബോക്സ് ഒന്ന് കുത്താമോ, അല്ലെങ്കിൽ അന്ന് നമുക്ക് പ്ലഗ് ഇൻ എന്ന് പറയുക. ഒന്ന് ഊരിയിടാമോ, ഈ അയൺ ബോക്സ് ഒന്ന് ഊരിയിടാമോ പ്ലഗ് പോയിന്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലഗ് ഔട്ട് എന്ന് ഉപയോഗിക്കുക. അപ്പം വുഡ് യു പ്ലീസ് നമുക്കറിയാം. ഇനിയും അയൺ ബോക്സ് ആണെങ്കിൽ, കുത്താനാണെങ്കിൽ പ്ലഗ് ഇൻ ദി അയൺ ബോക്സ്, ഊരാനാണെങ്കിൽ പ്ലഗ് ഔട്ട് ദി അയൺ ബോക്സ്. സോ വുഡ് യു പ്ലീസ് പ്ലഗ് ഇൻ ഓർ പ്ലഗ് ഔട്ട് ദി അയൺ ബോക്സ്. വളരെ എളുപ്പമല്ലേ. ഒരു ടാപ്പൊക്കെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ടേൺ ഓൺ അല്ലെങ്കിൽ ടേൺ ഓഫ് എന്ന് ഉപയോഗിക്കുക. ഞാൻ പിന്നെ പറയുന്നില്ല, വുഡ് യു പ്ലീസ് ടേൺ ഓൺ ദി ടാപ്പ് അല്ലെങ്കിൽ ടേൺ ഓഫ് ദി ടാപ്പ്. സിമ്പിളാണ്.
അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കാര്യം വെതറിയിടണം. നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഇങ്ങനെ വെതറിയിടണം നമുക്ക്. അപ്പം വെതറിയിടുന്നതിന് എന്തൊരു കാര്യം വെതറിയിടുന്നതിന് സ്പ്രെഡ് എന്ന് ഉപയോഗിക്കുന്നത്. സ്പ്രെഡാണ് അതിൻ്റെ ഒരു ടൈം. അപ്പം വുഡ് യു പ്ലീസ്, ഇപ്പോൾ കുരുമുളകാണ് വെതറിയിടുന്നുണ്ടെങ്കിൽ വുഡ് യു പ്ലീസ് സ്പ്രെഡ് ദ പെപ്പർ. കുരുമുളകാണെങ്കിൽ വുഡ് യു പ്ലീസ് സ്പ്രെഡ് ദി പെപ്പർ. ഇനിയും ബിരിയാണിയുടെ മേളിലാണെങ്കിൽ ഓവർ ദ ബിരിയാണി അല്ലെങ്കിൽ ഓൺ ദ ബിരിയാണി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ വുഡ് യു പ്ലീസ് സ്പ്രെഡ് ദി പെപ്പർ. അപ്പം ഈ കുരുമുളകൊന്ന് വെതറിയിടാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയും ഓക്കെ, നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മൾ തീയിലേക്ക് വെക്കാനോ തീയിലേക്ക് എടുക്കാനോ ആണെങ്കിൽ തീയിൽ നിന്ന് എടുക്കുന്നതിന് ഓഫ് ദി ഫയർ എന്ന് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ലൈഫിൽ ഉപയോഗിക്കുന്ന വേറൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരു കാര്യം നീക്കി വെക്കണം. ഫോർ എക്സാമ്പിൾ ആ ഉപ്പ് ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കാമോ നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് മൂവ് ദ സോൾട്ട് ടു മീ എന്ന് ചോദിച്ചാൽ മതി. അപ്പം വുഡ് യു പ്ലീസ് നോർമലി ഉപയോഗിക്കുക നീക്കുന്നതിന്, മൂവ് ആണ്. അല്ലെങ്കിൽ ആ കറി ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്യുക. അപ്പോൾ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ വുഡ് യു പ്ലീസ് മൂവ് ദ കറി ടു മീ, എനിക്ക് വുഡ് യു പ്ലീസ് മൂവ് ദ കറി ടു മീ. അപ്പം ആ കറി എനിക്ക് ഒന്ന് തരാമോ എന്ന് നമ്മൾ ചോദിക്കുന്ന രീതിയാണ് വുഡ് യു പ്ലീസ് മൂവ് ദ കറി ടു മീ. സോ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ നമ്മൾ നീക്കുവാണെങ്കിൽ മൂവ് എന്നും, അങ്ങനെ ഓരോ ടൈമിനും ഓരോ പദങ്ങളുണ്ട്. ടാപ്പ് ആണെങ്കിൽ ടേൺ ഓൺ ടേൺ ഓഫ്, ഇതിനാണെങ്കിൽ പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട്, അതുപോലെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ്. അപ്പം ഈ ചില ചെറിയ എളുപ്പമായിട്ടുള്ള ഈ പദങ്ങൾ നമ്മളൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വുഡ് യു പ്ലീസ് ആണെങ്കിൽ കുഡ് യു പ്ലീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈഫിൽ ഈ ഓരോ കാര്യങ്ങളും ചോദിക്കാൻ സാധിക്കും. ആൻഡ് മോർ ഓവർ ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയും കൂടെയാണ്. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും വുഡ് യു പ്ലീസ് കുഡ് യു പ്ലീസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് ക്ലാസ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുള്ളവർക്ക് നമുക്ക് അഡ്വാൻസ് ഗ്രാമർ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഈ നോക്കുന്നതൊക്കെ വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു ക്ലാസ്സുകളാണ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും ക്ലാസ് കാണുക, പഠിക്കുക. നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ അടുത്ത ഫോളോ അപ്പ് ആയിട്ട് വുഡ് യു പ്ലീസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട കുറേ സാഹചര്യങ്ങളുണ്ട്. വഴി ചോദിക്കുന്നതും വഴി പറയുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ 2-3 സെക്ഷനും കൂടെ നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.